ഇപ്പൊ വെയിലില്ല, അത്യാവശ്യം ഒരു തണുപ്പുള്ളൊരു മൂടാണ്. എന്നിട്ടും കാര്യമില്ല, ഗ്ലൗ ഒന്നിട്ടിട്ട് കാര്യമില്ല കേട്ടോ. அதெல்லாம் பேசிட்டு வாங்க. 10,000 20,000 கொடுத்து கூட்டிட்டு வந்துடுறேன். கூட்டிட்டு 4 நாள் 5 நாளைக்கு வச்சு 4 நாள் விட்டு விட்டு. Close your eyes, hear the voice within calling. This heavy load got under your skin. Howling, you got the white knuckles holding on it tight, keeping your feelings bottled up inside. സോ ഗൈസ്, നമ്മളിപ്പോ കൂകാലിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മന്നവണ്ണൂരിലേക്കുള്ള റോഡിലേക്ക് പോവാണ്. മന്നവണ്ണൂർ റോഡിലേക്ക് പോവാണ്. ഇവിടെ മന്നവണ്ണൂരിലേക്ക് 5 കിലോമീറ്റേഴ്സിന് എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക്. ഡേഞ്ചറസ് ഗോ കെയർഫുള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക. ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. കൊള്ളാലേ. വായിന്ന് ശ്വാസം വിടാൻ നിർത്ത് പുകയാണ് വന്നത്. സിഗരറ്റ് വലിച്ചിട്ടല്ല, സിഗരറ്റ് ഒരിക്കലേ ഞാൻ ഒരു ഞാനൊരു ടീ ടോട്ടലറാണ്. സോ I don't drink, I don't smoke, I don't do any sort of drugs. The only drug I have in life is to travel, and that too traveling on a motorcycle. So nothing else can give me a high other than traveling. Close your eyes, hear the voice within calling. This heavy load got under your skin. Howling, you got the white knuckles holding on it tight, keeping your feelings bottled up inside. Heading for collision and denial. To really live, you gotta die. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors, right. ഞാൻ ഇതുവരെ സോളോ റൈഡ് വന്നിട്ടില്ല കേട്ടോ. മോസ്റ്റ്ലി സോളോ റൈഡ് ഞാൻ പോയിട്ടുണ്ട്, ബട്ട് മോസ്റ്റ്ലി അത് സോളോ ഒരു സിംഗിൾ ഡേ റൈഡായിരുന്നു. ഒരുപാട് സിംഗിൾ ഡേ റൈഡ്സ് സോളോ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെയും സ്റ്റേ ചെയ്ത് അങ്ങനെ കവർ ചെയ്തല്ല. ബട്ട് ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. സോ ഞാൻ സോളോ റൈഡ് ഇങ്ങനെ സ്റ്റേ ചെയ്ത് ഒരു റൂമൊക്കെ ഇട്ട് സ്റ്റേ ചെയ്ത് ആ സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു അടിപൊളി വൈബായിട്ട് എനിക്ക് തോന്നി. സോ ഇനിയുള്ള റൈഡുകൾ ഒരുപാട് സോളോ റൈഡ്സ് ഉണ്ടാവും, ഒരുപാട് ഗ്രൂപ്പ് റൈഡ്സ് ഉണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സ് വരാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ റൈഡ്.
ഭംഗിയാ നോക്കി, ഫ്രെയിം നോക്കി, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് മതില് ഫുള്ള്, വീടിന്റെ നമ്മുടെ റൂമിലെ ഒരു മതിൽ ഫുള്ള് വെക്കാൻ തോന്നുന്നു. ആ മെഡോസ്, ലേക്ക് കണ്ടോ, ഇത് ഭംഗിയാ നോക്കി. കിള്ളവരെ 14 കിലോമീറ്റേഴ്സ്, കാവുഞ്ചി എല്ലാം ഈ സെയിം റൂട്ട് തന്നെ കേട്ടോ. മന്നവണ്ണൂര് എത്താനായി. 1.6 കിലോമീറ്റേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ആ ഷീപ്പ് ഗുഡ് ഫോം എന്ന് പറയണത്. ഇവിടെ എന്തോ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട്, ലൈക്ക് 20 rupees പെർ ഹെഡ്. അഗ്രികോ ടൂറിസം ആണ്. സോ നമുക്ക് ഷീപ്പ് ഫാമൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇതാണ് മന്നവണ്ണൂർ വില്ലേജ്. ഇവിടുത്തെ ആൾക്കാർ മോസ്റ്റ്ലി എല്ലാവരും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഹോട്ടലുകളും കച്ചവടക്കാരും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കൃഷിക്കാരൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെയൊക്കെ ഡേ ടു ഡേ ലൈഫ്. വാലിയാണ്, മന്നവണ്ണൂർ എക്കോ ടൂറിസം സൈറ്റ് ആണിത്. സോ ഒരു കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. മന്നവണ്ണൂർ എക്കോ ടൂറിസം സൈറ്റ്. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് കയറാം, പക്ഷെ നമുക്കിപ്പോൾ അതിന് താല്പര്യമില്ല. കന്നുകാലികൾ മേയുന്നു. Close your eyes, hear the voice within calling. This heavy load got under your skin, howling. You got the white knuckles holding on tight, keeping your feelings bottled up inside, heading for collision in the night. To really live you gotta die. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors, colors, colors. Right. ഫ്രെയിം ഉണ്ടോ, ഇത് ഭംഗിയാലേ. ശരിക്കും ഒരു സ്വിറ്റ്സർലൻഡ് ഒക്കെ എത്തിയതുപോലെ. എന്തിനാ സ്വിറ്റ്സർലൻഡ്? കൊടൈക്കനാൽ. ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ നിങ്ങൾ മഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും വേസ്റ്റ് പ്ലാസ്റ്റിക് ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത് കേട്ടോ ഗൈസ്. നൈസ് ഒരു പോയിന്റാണ് കേട്ടോ അത്. അവിടെ കൊണ്ടുപോയി ബൈക്ക് എടുത്തു. ഇവിടെ ഒരു ഗ്യാങ് ഫോട്ടോ എടുക്കുന്നുണ്ട്. KL55 നമ്മളെ മലയാളികളാണ്. സോ ലുക്ക് അറ്റ് ദിസ്. Moments pass, make this one count. Untie. You're so good at dragging yourself down. ഇവിടെ ഒരുപാട് വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിടപ്പുണ്ട്. അതൊരു ഭയങ്കര അലമ്പ് പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യരുത്.
ഇല്ല. അത്യാവശ്യം ഒരു തണുപ്പുള്ളൊരു മൂടാണ്. എന്നിട്ടും കാര്യമില്ല, ഗ്ലൗ ഒന്നിട്ടിട്ട് കാര്യമില്ല കേട്ടോ. Hey, come alive. Breathe in, breathe out. Look at the colors. അവിടെ സ്റ്റെപ്പ് ഫാമിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഒരുപാട് കൃഷിയുണ്ട്. അതെന്താണ് മോസ്റ്റ്ലി പൂണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പൂണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ ആ കൂക്കാൽ ലേക്കിൽ ആ അണ്ണിയെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉരുളക്കിഴങ്ങ്, പൂണ്ട്, ജിഞ്ചർ, ക്യാരറ്റ്, ഇങ്ങനെ അല്ലറ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത്. മോസ്റ്റ്ലി വെജിറ്റബിൾസ് ആണ്. ഇപ്പോൾ വട്ടവളയിൽ കാണുന്ന പോലെ. ഇങ്ങ് ദൂരെയൊക്കെ നോക്കി അവിടെ അതാണ്ടോ നമ്മൾ കണ്ട ഷീപ്പ് ഫാം. You got the white knuckles holding on it tight, keeping your fears bottled up inside, heading for collision in the night. To really live you gotta die. ല്ലേ ഈ ഫ്രെയിമൊക്കെ ഈ മരങ്ങള് എനിക്ക് പറയാൻ വാക്കുകളില്ല. നേരെ മണ്ണവണ്ണൂർ ലേക്കാണ്ടോ ഇനി. റോഡ് എന്താ അടിപൊളിയാ. സൂപ്പർ. നമ്മള് കാവഞ്ചി എത്തിട്ടോ. കാവഞ്ചി വില്ലേജ് എത്തി. അവിടെയൊക്കെ ഒരുപാട് ജീപ്പുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്തോ എന്താ പറയാ, ഫാം ചെയ്യുന്നത് നമ്മള് ഗ്രീൻ ഹൗസസ് അല്ലേ, ഗ്രീൻ ഹൗസസ് ആണ് ആ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പുറത്ത് കാണുന്നത് ഗ്രീൻ ഹൗസസ് ആട്ടോ. ആ ദൂരെ കാണുന്ന കോട്ടേജസ് ഒക്കെ കണ്ടോ, നല്ല അടിപൊളി സ്റ്റേ കണ്ടോ. എപ്പോഴെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യണം. ഇത് കണ്ടോ, എന്തോ കൃഷിയാണ്. ഈ അണ്ണന്മാരോട് ചോദിക്കാം, അണ്ണേ എന്താ കൃഷി ഇത്? എന്നാ കൃഷി ഇത്? ക്യാരറ്റാ? ബീൻസോ? ഉരുളക്കിഴങ്ങ്. എന്താ പൂണ്ടിരിക്കാ? അടുത്ത മാസം എന്താ സീസൺ? അടുത്ത മാസം റൊട്ടേഷൻ தானா? ഓ അടുത്ത മാസം. ഓക്കെ ഓക്കെ ഓക്കെ. உங்க பேரு? சுந்தர்ராஜ். நீலகண்டன். இங்க இந்த காமிஜி தானே? காமிஜி தான் ஊரு. எங்க பேரு அஜாஸ். நாங்க എറണാകുളം കൊച്ചി കേരള. 2 മാസം ആകും. വിളവെടുക്ക് 2 മാസം ആവല്ലേ? 60 നാൾ എടുക്കും വിളവെടുക്ക്. அறுவடை மார்க்கெட்டுக்கு அனுப்பணும். அதுக்கு சொல்லுது 60. ஓகே ஓகே ஓகே, தேங்க்யூ. എന്താ നമ്മ മന്നവണ്ണൂർ വാട്ടർഫോൾസ് அந்த பக்கம் தான்? லேக் உள்ள போனோம்.
அது மிஸ் பண்ணிட்டு ஆ ஆ நடந்து தான் போனாரு. எல்லாமே ஃபார்ம் தான். ஃபார்ம் தான். அதுக்கு தான் வந்தது. ஆ அதுக்கு தான் வந்தது. എറണാകുളം കേരള கண்ணூர் கேரளா கொச்சி எர்ணாகுளம் லுலு மால் இருக்கா? கண்ணூர்ல இங்க இருந்து மூணார் வழி போக முடியும். அந்த பாലക്കാട് இல்லையா, கோயம்புத்தூர் பாലക്കാട് റൂട്ട് പോയി എറണാകുളം വന്ന് சேர்ந்து. ஓகே மலையாளம் தெரியாது, கொஞ்சம் கொஞ்சம். எனக்கு தமிழும் கொஞ்சம் கொஞ்சம் புரியுது. பழகிறதா இது இந்த வேலை நான் நிம்மதியா நமக்கு இருக்கு. அந்த வேலையெல்லாம் கஷ்டம், ரொம்ப ரொம்ப ஸ்ட்ரெஸ் இருக்கு. ஃப்ரீ என்னோட ஆசை ஏதாவது எஸ்டேட்டா ஃபார்மா ஜாலியா இருக்கா. இங்கதான் நல்லது, நல்ல ஜாலி, ஒரு டென்ஷனும் இல்ல, ஒன்னும் இல்ல, ஃப்ரீ. இங்க உங்களுக்கு எனக்கு வேற திரும்பி அது அங்க வரும்போது மாறி இருக்கும். அங்கதான் செய்யணும்னு புரியுது. அப்போ உங்க ஆசைப்படும் இங்கே திரும்பி வர்றதுக்கு. ஒரே ரூபா கேரளா வந்து பிளான் இருக்கு. பட் கொஞ்சம் காசுக்கு ரெடி பண்ண இருக்கும். ஓகே ஓகே சோ பை. ഓക്കെ ബൈ. നമ്മൾ ഈ അണ്ണന്മാരോട് ഇവിടുത്തെ കൃഷി എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ക്യാരറ്റും ബീൻസും ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അത് 60 ദിവസമാണ് അതിന്റെ വിളവെടുപ്പിന്റെ ടൈം. അതായത് അത് നട്ട് കഴിഞ്ഞ് 60 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ 60 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വിളവെടുത്ത് എന്നിട്ട് മാർക്കറ്റിലേക്ക് അയക്കണത് എല്ലാ ക്രോപ്സും. അപ്പൊ വെളുത്തുള്ളി കൃഷിയുടെ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു. വെളുത്തുള്ളി എന്ന് വെച്ചാൽ പൂണ്ടെന്നാണ് അവര് പറയണത്. ഞാൻ പൂണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ പൂണ്ട് കൃഷി ചെയ്യുന്നത് അവര് 1 മാസം കഴിയുമ്പോ എന്നാണ് പറയണേ. ഇത് ഭംഗിയാലേ ഇത് മൊത്തത്തിൽ കാണാൻ. ഇവരുടെ ഈ വില്ലേജിലെ ഓരോ വീടുകളും പല പല കളറായിരിക്കും. നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, പിങ്ക്. രസമല്ലേ കാണാൻ തന്നെ കണ്ണിൽ കുളിരാണ്. പച്ചപ്പിന്റെ ഇടയ്ക്ക് ഇന്ന് ഇങ്ങനെ ഇത്രയും കളറ്. മോസ്റ്റ്ലി അവരുടെ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവർ ഇവിടെ കൃഷിയാണെന്ന് പറയണത്. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ എടപ്പള്ളി എറണാകുളം അറിയില്ല, അവര് ഈ വില്ലേജിൽ നിന്ന് അവിടെ പോയിട്ടില്ല എന്നാണ് അവർ പറയണത്. പിന്നെ അവർക്ക് ഇവിടെ ജീവിച്ച് ഒരുപാട് കാലം ജീവിച്ചുകൊണ്ടായിരിക്കും അവർക്ക് ഇവിടെ ജയിലായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് അവര് പറഞ്ഞത്. പക്ഷെ അവർക്ക് നമ്മളെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം നമ്മുടെ നാട് ജയിലുമാണ് അല്ലാതെയുമാണ്. ഐ മീൻ മോസ്റ്റ്ലി സിറ്റിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആയ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ മോസ്റ്റ്ലി പീസ്ഫുൾ ആണ്. ഇവർക്ക് അങ്ങനെ ജയിലായിട്ട് ഫീൽ ചെയ്യുന്നതാണ് അവര് പറഞ്ഞത്. അണ്ണേ ഇത് എങ്ങ പോകും? അത് പൂണ്ടി. ഇത് എങ്ങ പോകും? ഫോറസ്റ്റ് കാട് எந்த பக்கம்? ஓகே. வாட்டர் ஃபால்ஸ் ஏதாவது இருக்கா? ஓகே. ഈ മരങ്ങളും ഒക്കെ അടിപൊളിയല്ലേ. ഈ കാഴ്ചകളൊന്നും നമ്മൾ വീട്ടിൽ തന്നെ കാണാൻ പറ്റില്ല. അതിന് നമ്മൾ സർക്കിയിട്ട് തന്നെ ഇറങ്ങണം. നമ്മള് പൂണ്ടി എത്തി. പൂണ്ടിയിലെ കുതിര ചവിട്ടോ. കുതിരയാണോ കഴുതയാണോ? ഒരു പൊക്കമുണ്ട്, പോണിയാണെന്ന് തോന്നുന്നു. വാടാ വാ. നോക്കാനുണ്ട് ഇനി മറ്റേ
കൊച്ചിൻ ഹനീഫേനെ ചുണ്ടത്തെ ഫ്രഞ്ച് അടിച്ചു കൊടുക്കൂലേ, കുതിരക്ക് പ്രേമം മുതട്ട് തൈലം പറ്റുമ്മ. അത് ഏത് പടം? മഴത്തുള്ളിക്ക് നിൽക്കോ? അങ്ങനെ എന്തോ ഒരു ഒന്നാണ് ഫിലിമിന്റെ പേര്, ഞാൻ ഓർക്കണില്ല. Close your eyes, hear the voice within calling. This heavy load got under your skin, howling. You got the white knuckles holding on it tight, keeping your feelings bottled up inside. Heading for a collision in the night. To really live, you gotta die. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors, colors, colors. നമ്മളിവിടെയൊക്കെ പരന്ന സ്ഥലത്തല്ലേ കൃഷി ചെയ്യുന്നേ. ഇവർക്ക് ഇവിടെ ഈ മലയോര ആയ കാരണം സ്റ്റെപ്പായിട്ട് മണ്ണ് എടുത്ത് കിളച്ച് അങ്ങനെയാണ് അവർക്ക് സ്റ്റെപ്പ് വേണം. നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചല്ലേ, ജോഗ്രഫിയിൽ പഠിച്ച പല കാര്യങ്ങളും, ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച പല കാര്യങ്ങളും, സ്റ്റെപ്പ് ഫാമിങ്, ടെറസ് ഫാമിങ്, അങ്ങനെയുള്ള ഫാമിങ്ങുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വട്ടവടയിലും ഇത്രയില്ല, വട്ടവടയിലും സ്റ്റെപ്പ് ഫാമിങ് ഉണ്ട്, പക്ഷെ എന്നാലും ഇത്രയും സുലഭമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സോ നമുക്ക് കിളവറി പോവാം. സ്റ്റെപ്പ് ഫാമിങ് Moments pass, make this one count. Untied, you're so good at dragging yourself down. Why? Well, there ain't much time left to figure things out. Deep underneath all the laser, your doubts, there's a heart gone out of rhythm in this. ഇത് ഭംഗിയാണ് ഈ റോഡ് ഇങ്ങനെ കറങ്ങി പോണത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്ന്, കൊടൈക്കനാലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കൊടൈക്കനാൽ വന്നിട്ടില്ല, പക്ഷെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വരുള്ളൂ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഗുണ കേവ്സും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോ ഞാനിപ്പോ അമീർ ബ്രോനോട് സംസാരിച്ചപ്പോഴും പുള്ളി പറഞ്ഞത് ആ മഞ്ഞുമൽ ബോയ്സ് ആ ഒരു ടൈം അപ്പോഴാണ് ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിന് മുന്നേ ഗുണ കേവ്സ് കാണാൻ അടിപൊളിയായിരുന്നു, അത്രയും ക്രൗഡിലല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ക്രൗഡാണ്. പിന്നെ അവിടെ ബാരിക്കേഷൻ അതൊക്കെ വെച്ചു. കാര്യം ബാരിക്കേഷൻ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. ബാരിക്കേഷൻ ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ആ ഒരു എസ്തെറ്റിക് ഫീൽ അങ്ങോട്ട് പോയി. റോഡ്സ് എല്ലാം അടിപൊളിയാണോ. സോ ഗൈസ്, നമ്മളിപ്പോൾ പൂണ്ടി വില്ലേജിലാണുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ആറ് കണ്ടായിരുന്നു. പൂണ്ടി ആറെന്നാണ് ഗൂഗിൾ മാപ്പിൽ ഇത് കൊടുത്തേക്കണേ. പൂണ്ടി വാട്ടർഫോൾസൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, കാവഞ്ചി വാട്ടർഫോൾസും കവർ ചെയ്യാൻ പറ്റിയില്ല, മന്നമണ്ണൂരിലേക്കും കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ അത് കവർ ചെയ്യാൻ ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. മോസ്റ്റ്ലി ഇരുട്ട് വീണ് തുടങ്ങി.
തുടങ്ങിയെന്ന് വെച്ചാൽ 3:30 ആയിട്ടുള്ളൂ. എന്നാലും ഇത് കുറച്ചൊരു 6 മണിക്കുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് കവർ ചെയ്തില്ലെങ്കിൽ അടി പാടും. അപ്പോൾ ഈ പൂണ്ടി ആറ് കണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കാം. സോ പൂണ്ടി ആറെന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടിട്ട് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. Held underwater, fine for it. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors around. സോ ഗൈസ്, ഇതാണ് ക്ലാവര, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ. സോ ഇതാണ് സംഭവം, ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ കാണണം കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാന്നതാണ്. സൂര്യകാന്തിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് സൂര്യകാന്തി പൂക്കളുണ്ട് കേട്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. സൂര്യകാന്തി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, പിന്നെ ഭംഗിയാണ് ഈ പൂക്കളുടെ ഇടയിൽ ഈ ഇത് കാണാനായിട്ട്. You got the white knuckles holding on it tight, keeping your feelings bottled up inside, heading for collision in the night. To really live, you gotta die. നീലപ്പൂവുണ്ട. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors ബൈക്കിരിക്കണം. Look at the colors around. ക്ലാവര വില്ലേജാണ് കാണുന്നത്. Close your eyes, hear the voice within calling. This heavy load got under your skin, howling. You got the white knuckles holding on it tight, keeping your feelings bottled up inside, heading for collision in the night. To really live, you gotta die. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors around. Moments pass,
good at dragging yourself down. Why? Well, there ain't much time left to figure things out. Deep underneath all the laser, your doubts, there's a heart gone out of rhythm in despair. Hell underwater, fine for air. Breathe in, breathe out. Hey, come alive. Breathe in, breathe out. Look at the colors around. ഹായ്. അങ്ങനെ മൂക്കറ്റൊക്കെ ഒളിപ്പിച്ചൊരു പയ്യൻ മുന്നുണ്ട്. தம்பி இது ஏதாவது திருவிழா நடக்குதா இங்க? அந்த ஃபயர் கிராக்கர் அந்த படக்கம் அந்த இருக்கு. சாவா இறந்துட்டாங்களா? யார் இறந்துட்டாங்களா? கீழே யாரு? இந்த പ്രായമായതാളാ? വയസ്സായാളാ? വയസ്സാനതാ? അപ്പൊ എന്താ ഡാൻസ് ആട്ടം പാട്ടോ ഒക്കെ ഇരുന്നതാ? ആഹാ. നീങ്ക പോകലാ? പോയതാ? ആഹാ. നീ സ്കൂളിൽ പോയതാ? എത്രയില്? എന്താ സ്റ്റാൻഡേർഡ്? 6வது. வீடு இந்த பக்கம்தா? அங்க ஏதாவது பாக்குது இல்லையா? ஒன்றும் இல்ல. இந்த மாதிரி தான். ஓகே 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 பை. അതല്ല അപ്പോ ആ പയ്യൻ പറഞ്ഞത് ഇവിടെ ആരോ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സാവ് എന്നാണ് അവര് പറഞ്ഞത്. മരണം അവര് ആഘോഷിക്കാറാണ് പതിവ്. ഇപ്പൊ ഇങ്ങോട്ട് വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. അവിടെ എന്തോ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അണ്ണാ എന്താ കൊടൈക്കനാലിലേക്കുള്ള ഫാം റൂട്ടില്ലേ? அந்த പച്ചക്കറി മൊത്തം കൊണ്ടുപോണ കേരള റൂട്ട് എന്താ ഓഫ് റോഡ് சும்மா காணதுக்கு கேமரால பார்த்ததுக்கு கொண்டு வரேன். அது இந்த பக்கம் தான், இந்த பக்கம் லெஃப்ட் இல்ல. தேங்க்யூ, தேங்க்ஸ் அண்ணே. സോ അവര് ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതാണ് ഈ വഴി, അവരേലെ ഫാം റൂട്ട്. ഒരു കുഞ്ഞൻ പട്ടിയൊക്കെ ഉണ്ട്, ഈ കാണാണ് ഫാം റൂട്ട്. ഒരു കുഞ്ഞൻ പട്ടിക്കുട്ടീനെ കേട്ടോടാ, ഈ കാണാണ് ഗൈസ് നമ്മുടെ വട്ടവടയിലേക്കുള്ള ഫാം റൂട്ട്. ഇവിടെ ഇതിൽ കൂടെ അവര് പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്നെന്നാണ് പറയാറ്. പൊട്ടറ്റോ അങ്ങനെയുള്ള വെളുത്തുള്ളി, പൂണ്ട്, അതായത് വെളുത്തുള്ളി അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ടെന്നാണ് പറയുന്നത്. ഇതേ കണ്ട കഴുതയുടെ മേത്ത് കയറ്റിക്കൊണ്ട് സാധനങ്ങൾ കൊണ്ടുതന്നെയുണ്ടോ? ഒരു വട്ടവടയിൽ നിന്ന് വരുന്നതാണ് തോന്നുന്നു. അപ്പൊ അവരിവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കുറേ കൃഷിയുണ്ട്.
സാധനങ്ങൾ ഇറക്കി വെക്കണം കേട്ടോ. ചോദിക്കാം നമുക്ക്. ഇത് വട്ടവടയിൽ നിന്ന് വരുന്നതാ നീങ്ക ക്ലാവറെ? ഇത് അങ്ങന്ന് കൃഷിയിടത്തുനിന്ന് ഇങ്ങ കൊണ്ടുവരുന്നത്. ഇത് എന്നത് ക്യാരറ്റാ? ഓഹോ. ഉങ്ക പേര്? தருமுரு. அந்த பக்கம் நிறைய கிருஷியிடம் இருக்கா? அந்த பக்கம் நிறைய கிருஷி ஸ்தலம் இருக்கா? பைக் மாத்து. ഓടി പഠിച്ചാണോ എന്നത്. എന്തൊക്കെ എന്തായാലും നിറച്ച് കൃഷി സ്ഥലങ്ങളാണ്. ഇവരുടെയൊക്കെ തന്നെ ആയിരിക്കും. KL40B 6552 ഒരു വണ്ടി ഉണ്ട്. ഉங்க പേര്? சுத்தி பார்க்க வந்தது. ஓகே. ബൈക്ക് പോകുമോ? ഓക്കെ. ഓക്കെ. ശരി എന്നാ. ഏത് പൂണ്ടാണെന്ന് തോന്നുന്നു, വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നു. You got the white knuckles holding on it tight, keeping your fears bottled up inside, heading for collision in the night. To really live, you gotta die. அண்ணி, இது என்ன விவசாயம்? கேரட் தான். அந்த பூண்டு இல்லையா, அது நட்டுட்டு இருக்கா? இது ஒரு மாசம் இருக்கும். 3 மாசம் 90 days. இது 3 மாசம். அதுக்கு ரொட்டேஷன். அதுக்கப்புறம் என்ன ബീൻസ്, കിഴങ്ങ്. ഓക്കെ. താങ്ക് യു. അപ്പോ ഇതിപ്പോ അവിടെ പൂണ്ട് നട്ടേക്കണെന്ന് പറഞ്ഞു. പൂണ്ട് തന്നെ വെളുത്തുള്ളി നട്ടിട്ടുള്ളൂ. അത് 3 മാസം എടുക്കും വിളവെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡില് ക്യാരറ്റാണ് ഇപ്പൊ നട്ടേണത്. ഇത് മൊത്തം ക്യാരറ്റാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ക്യാരറ്റ് 3 മാസം കഴിഞ്ഞിട്ടാണ് അവര് വിളവെടുക്കാറ്. ഇപ്പൊ മോളിൽ നിന്ന് ഇപ്പൊ കുതിരയും കൊണ്ട് ഇറങ്ങി വന്നില്ലേ, മുകളിലുള്ള കൃഷി സ്ഥലത്ത് നിന്ന് ക്യാരറ്റൊക്കെ കൊണ്ടുവന്ന് ആണ് അവര് ഇറങ്ങിക്കൊണ്ടുവന്നത്. ഈ 3 മാസം കഴിയുമ്പോൾ അടുത്തത് അവര് റൊട്ടേഷൻ ചെയ്യും. സ്റ്റെപ്പ് ഫാമിങ് അല്ലെങ്കിൽ ടെറസ് ഫാമിങ് റൊട്ടേഷൻ ചെയ്യും. റൊട്ടേഷൻ കഴിഞ്ഞ് പൂണ്ട് കഴിഞ്ഞിട്ട് അവര് ഉരുളൻകിഴങ്ങ് കൃഷി ചെയ്യും, ക്യാരറ്റ്, അങ്ങനെ റൊട്ടേഷൻ എന്നാണ് അവർ പറഞ്ഞത്. സോ ഇതാണ് ക്ലാവരയിലെ വ്യൂ. Look at
மன்னவனூரா? கும்பூர். அது கும்பூர் அந்த பக்கம் காணுது. அந்த பக்கம் உள்ளது கீழானவாய். கீழானவர். அங்க வந்து பார்த்தா உடுமலைப்பேட்டை. உடுமலைப்பேட்டை, பழனி. ஓ, மிஸ்ட் இருக்கு. கொடை இருக்கு. ஓகே ஓகே. இந்த பக்கம் கோயிலூர். இது கோவிலூரா? கோவிலூர், வட்டவடைக்கு இந்த பக்கம் வருது. வட்டவடை அந்த ஃப்ரெண்டுக்கு ஸ்டே ப்ராப்பர்ட்டிக்கு இருக்கு. உங்க பேரு? தேவேந்திரன். இந்த கிழவரதான், கிளாவரதான். இங்கதான் இருக்கு. இப்போ உங்களுக்கு விவசாயம் பண்ணதுக்கு கிருஷி இருக்கா? விவசாயம் எங்க விவசாயம் தான். உங்களுக்கா? இது கேரட்டு இந்த பக்கம் தான் நிலமே இருக்கு. ஷட்டர் தான் என்னது இதுக்கு? വിൽപ്പന. കേരള. எங்க தங்கள்? ഇന്നലെ കൊടൈക്കനാൽ തങ്ങിയിരുന്നത്. അപ്പൊ ഇന്ന് കിளம்பி போகிறேன். திரும்பி போகிறேன். திரும்பி கேரளாவுக்கு போகிறேன். அப்ப இந்த நைட்டோட அங்க ரீச் பண்ணேன். ஒத்தையில குழவு 5 பேரு 10 பேரு எல்லாமே வந்துட்டு இருக்கேன். ஒத்தைக்கு வந்தது வேறொரு ஃபீல். 10 பொம்பளை எல்லாமே பாக்குது. அதெல்லாம் பேசிட்டு வாங்க. 10,000 20,000 கொடுத்து கூட்டிட்டு 4 நாளைக்கு வச்சு 4 விட்டு விட்டு கவுஞ்சி. அது காவஞ்சி. எங்கிட்டு பூண்டி எல்லாம் துட்டுட்டேன். அவ்வளவுதான். துட்டு கொடுத்தா ஒரு மாதத்துக்கு இருந்துட்டு 1 மாதத்துக்கு இருக்க மாட்டான். 4 நாள் 5 நாள் போட்டு அதுக்கு செட்டப்பு முடிஞ்சது. உங்க பேரு? என் பேரு மாசான தேவன். மாசான தேவன். சூப்பர் பேரா இருக்கா, ஸ்டைலா இருக்கா. சுலம்பட்டி. பட்டினா நாயா? அதான் இந்த ஊருக்கு பல பேருக்கும் சூலம்பட்டி அங்க பேர் இருக்கா? அது எனக்கு தெரியும். எந்தெந்த ஊரு பேரு அந்த கேரளாவில அந்த கேரளாவில பட்டின்னு இந்த பக்கம் போனா கூனிப்பட்டி. இந்த டீ கடை எல்லாம் இருக்குல்ல, அது வந்து கூனிப்பட்டி. இது வந்து முழுக்க கிளாவரை. அது நான் ஃப்ரெண்ட்ஸுக்கு கூப்பிட்டு ஒரு ஸ்டேக்கு வர பிளான் பண்ணிருக்கேன். ஃப்ரெண்டுகளை எல்லாம் கூட்டிட்டு வந்து நீங்க வந்து பார்வையிட்டு போறது, பார்வையிட்டு அவங்கள கூட்டிட்டு வர்றது, அதான் நல்லது. தெரிஞ்சுக்கிறது நல்லது. தெரிஞ்சிருக்கிறது. நானும் அதிகமாக சுத்தி பார்த்துக்கலாம். பாக்கி உள்ளவருக்கும் കുറച്ചുകൂടി நம்ம கொண்டுட்டு வந்து நல்லா சுத்தி காமிச்சிட்டு கொண்டு போகிறேன். அப்போ இனி வரும்போது பார்க்கலாம். இனி வரும்போது பிரச்சனை இல்லாம எல்லா இடமே சுத்தி பார்க்கலாம். எங்க கோட்டைக்கு ஒண்ணு இருக்கு. உள்ள இருக்கு. அதுக்கு கிராமத்துக்குள்ளுக்க மலையாளி தான் போட்டிருக்கா. இப்ப நீங்க பேரு ஏதாவது இருக்கா அந்த கோட்டத்துக்கு? காரு அந்த இடத்துல நிக்கும். 10 பேரு 20 பேரு போயிட்டு வந்துட்டு இருக்காங்க. அங்க போய் திரும்பி தங்கி அப்போ அதுக்கு புக் பண்ணதுக்கு கான்டாக்ட் நம்பர் ஏதாவது கிடையாதா? அவங்க வச்சிருப்பாங்க. அந்த புக் பண்றத கரெக்ட் பண்ணோம்னா அங்கேயே போய் தங்கலாம். நீங்க ஒத்திட்டு வந்திருக்கீங்கன்னா போய் கேட்டோம்னா தங்களுக்கு முடியும். ஓகே. அது மாதிரி காட்டேஜ் அங்க உள்ள இருக்கு. இதுல இருந்து ஒரு 2 கிலோமீட்டர் போகும். பைக் போகாது. இப்படி மண் ரோடு. ஜீப் மட்டும் போகுமா? ஜீப்பு போகும். இப்ப போகும். மழை பெஞ்சுன்னா போகாது. அப்படியே வண்டி எடுத்து விட்டுரும். அப்போ இங்கே பைக் வச்சுட்டு கால்நடையா போகுது. கால்நடையா போக முடியலன்னா
இப்படி வெயில் காலத்துல பைக்கு கொண்டு போறோம். மழை இல்லைன்னா பைக்கு முடியாது, பைக்காலும் ஜீப்பாலும் முடியாது, தென்னிங்கிற போறோம். ஓகே, 20 ஆளு போயிட்டு தினமும் போயிட்டு இருக்காங்க. நல்லா இருக்கு. ஓகே, தேங்க்யூ. சந்திப்பது சந்தோஷமா இருக்கு. ബൈ. ഇപ്പോ പുള്ളിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടേജ് ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു മഴക്കാലത്ത് പോകാൻ നടക്കൂല. വെയിൽ ഇതേമാരത്തുള്ള ക്ലൈമറ്റുള്ള സമയത്ത് ജീപ്പിലും ബൈക്കിലൊക്കെ പോകാൻ പറ്റും. മഴക്കാലത്ത് ഇതൊക്കെ റോഡ് മൊത്തം തീട്ടിക്കിടക്കിയിരിക്കും. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്, കാരണം നടന്നു പോകേണ്ടി വരും. അപ്പോൾ ഇത് ദിവസം 20 10-20 വരും എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഓരോയാണ് ക്ലാവരയിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ക്യാരറ്റ് കൃഷി ചെയ്തേക്കണ കേട്ടോ. പല പല കൃഷികളും ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, മറ്റേ സിനിമയിൽ പറയുന്നതിന് ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, സവാള ഉണ്ട്, പൂണ്ടുണ്ട്. അങ്ങനെ ഇതാണ് തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. നമ്മുടെ ഈ കൊടൈക്കനാൽ വന്നിട്ട് സിറ്റിയിലുള്ള കുറച്ച് ലൊക്കേഷൻസ് മാത്രം കണ്ടു പോകുന്നത് മണ്ടത്തരാന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഈ പേപ്പറുകളൊക്കെ കാണില്ലേ, ഇത് പടക്കം പിടിച്ചിട്ട് ഇന്നിവിടെ ഒരു സാവ് ഉണ്ടായെന്ന് പറഞ്ഞു. അതായത് മരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആരും മരിച്ചായിരുന്നു, ഒരു പ്രായമുള്ള ഒരാള്. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് ആളുടെ സാവ് കൊണ്ടാടിയാണ്. ഇപ്പൊ മരിപ്പിനെ ഒരു ഡാൻസും പാട്ടൊക്കെ പാടിയാണ് അവര് പരിപാടികൾ നടത്തണേ. അത് അവരുടെ ഒരു ആചാരമാണ്. ഇതുണ്ടോ, വന്നപ്പോ ഞാൻ കണ്ടായിരുന്നു. ഇവര് ഈവനിങ് ചിൽ വൈവിൽ ഇറങ്ങിയ ആൾക്കാരാണ്. ഇവിടെ ചെറിയൊരു ചെക്കിടാൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് വൈകുന്നേരം ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് ഇരിക്കണ ഒരു സ്ഥലമുണ്ടോ അത്. ഉണ്ടോ, ഒരു വാട്ടർ ഫോൾസ് ഉണ്ട്, ഒരു വെള്ളച്ചാട്ടം. കണ്ടോ, വെള്ളച്ചാട്ടം ഉണ്ട്. രസമല്ലേ? ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ചോദിച്ചോക്കാം. அண்ணே இங்க குளிக்கிறதுக்கு இறங்க முடியுமா? இன்னைக்குல்ல, இனி வரும்போது அந்த பக்கமல்ல குளிச்சுக்கு போகலாம். താങ്ക് യു. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റുമെന്നാണ് അണ്ണന്മാര് പറഞ്ഞത്. എപ്പോ വന്നാലും കുളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ട് രാത്രി ഒന്നും വന്നിറങ്ങരുത്. നമ്മുടെ കാട്ടുപോത്ത് വന്ന് നിങ്ങളാ ഫുട്ബോൾ കളിക്കും, കൊമ്പില് കോർത്ത് ഊഞ്ഞാലടിക്കും. അപ്പോ കഴിവതും പകൽ ടൈമിങ്ങിൽ വന്ന് ഇങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം. ഇതെന്തോ പിള്ളേരുടെ ബർത്ത്ഡേ ആണോ എന്താ പരിപാടി എന്ന് അറിയില്ല. നമ്മളും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്ലെക്സ് വെച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാവരയിൽ നിന്ന് വന്നത് ആ വഴിയാണ്. ഇവിടെ നേരെ പോയിക്കഴിഞ്ഞാൽ പോളൂരാണ്. ആ വഴി നമ്മൾ തിരിച്ചു പോകണത് നമ്മൾ പൂവണ്ടി, അവിടെ നിന്ന് തിരിച്ച് കൊടൈക്കനാൽ, ആ റൂട്ടാണ് കേട്ടോ.